ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈൻ ഫ്രോക്കാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സിമ്പിൾ ഫ്രോക്ക്, അംബ്രല്ല ഫ്രോക്കൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതെല്ലാം എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിലും അറിയിക്കണേ. ഇപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അളവുകളൊക്കെ. അപ്പോൾ ക്ലോത്ത് 4ആയി മടക്കിയെടുത്തു. അതിനുശേഷം ലെങ്ത്തിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈന് ഞാൻ ക്ലോത്തിന് ലെവൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് നെക്ക് വിഡ്ത്ത്, ഷോൾഡർ, അവിടെ നിന്നും താഴേക്ക് ആം ഹോള്, പിന്നെ ചെസ്റ്റിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡറിൽ നിന്നും ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പം ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചാണ് ഒരു 3-4 വയസ്സായ പിള്ളേർക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഞാൻ ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്ലോത്തിൻ്റെ വീതിയിലേക്ക് മൊത്തം ഇതുപോലെ വരച്ചു കൊടുത്തു. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് ബാക്ക് നെക്ക് 1/2 ഇഞ്ചും ഫ്രണ്ട് നെക്ക് 2 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. കോളർ വെക്കാനാണ് കേട്ടോ. ഇനി അത് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആമോളിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അതുപോലെ ഒന്ന് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത് പഠിച്ചിട്ടില്ല, ജസ്റ്റ് ഞാൻ അങ്ങനെ കൊടുത്തതാണ്. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സ്ലീവ് ഇല്ലാത്ത ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഞാൻ ബോൾ പിന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെൽവെറ്റിൻ്റെ ക്ലോത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ തെന്നിപ്പോവും. അപ്പോൾ ഞാനിതൊക്കെ ഇതേ സെയിം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അളവുകളൊന്നും കാണിക്കാതിരുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അളവ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ബാക്ക് പാർട്ടിൽ ഞാൻ സിബ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് സെൻറ്ററിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഒരു 8 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 8 ഇഞ്ചിലേക്ക് നമുക്ക് സെൻറ്റർ കട്ട് ചെയ്യണം. അപ്പോൾ ഇൻവിസിബിൾ സിബ്ബാണ് കേട്ടോ വെക്കുന്നത്. ഈ ഒരു സിബ്ബ് വെക്കാനായിട്ടാണ് സെൻറ്റർ കട്ട് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വേറൊരു പീസും കൂടെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുള്ളത്. 3 ഇഞ്ചാണ് ഈ ഒരു പീസിൻ്റെ വീതി വരുന്നത്. ലെങ്ത്ത് നമുക്ക് സിബിൻ്റെ ഇതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് സെൻറ്ററിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഈ പീസും കറക്റ്റ് അളവിൽ സെൻറ്റർ പിടിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസിനെ നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ചീത്ത വശത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇൻവിസിബിൾ സിബ് നമ്മൾ ഇതിൻ്റെ മുന്നേ വേറൊരു ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ 2 മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചീത്ത വശത്ത് വെച്ച് 4 ഇഞ്ചിലൊന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, നമുക്ക് ഇത്രയും ക്ലാസ്സുകൾ കഴിഞ്ഞതല്ലേ. അപ്പോൾ 4 ഇഞ്ചിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇതിൻ്റെ ഫൂട്ട് മാറ്റണം, സിബ്ബർ ഫൂട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ 2 ടൈപ്പിലുള്ള ഫൂട്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൂട്ട് ഒന്ന് മാറ്റി കൊടുക്കാം. സ്ക്രൂ ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് ഏത് വശത്തേക്കാണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ വശത്തേക്കുള്ള ഫൂട്ട് വേണം ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ഇനി നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ സിബ് എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണല്ലോ നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടത്. അപ്പോൾ അതൊന്ന് നോക്കുക, ഏത് വശമാണ് നോക്കിയതിന് ശേഷം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 2 വശത്തും ഒരേപോലെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്കൊന്ന് 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ഈ സിബിനെ ഇതുപോലെ വെച്ച് കമഴ്ത്തി വെക്കുക കേട്ടോ. കമഴ്ത്തി വെച്ചതിന് ശേഷം 4 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്.
ആ റണ്ണറിൻ്റെ തൊട്ടരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ ഇത് വെൽവെറ്റ് ആകുമ്പോഴും പിന്നെ ബിഗിനേഴ്സൊക്കെ ആകുമ്പം ശ്രദ്ധിക്കുക, ആദ്യം ഒന്ന് 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് റണ്ണറിൻ്റെ അടുത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ഉണ്ടല്ലോ, നമ്മൾ ടോപ്പിൽ ഓപ്പൺ ചെയ്തിട്ടില്ലേ, ഈ ഓപ്പൺ വരെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് നിർത്തേണ്ടത്. അപ്പോൾ ഇതേപോലെ അടുത്ത വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യുക, ഈ റണ്ണറിൻ്റെ കണ്ടോ, റണ്ണറിനെ നന്നായിട്ടൊന്ന് ഇതുപോലെ നന്നായിട്ട് വിടർത്തി പിടിച്ചതിന് ശേഷം അതിൻ്റെ അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സിബ്ബർ ഫൂട്ട് നിർബന്ധമാണ് കേട്ടോ, എന്നാലേ നമുക്ക് വൃത്തിക്കായി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്യാമറ ഒന്ന് നീങ്ങിപ്പോയതാണ് കേട്ടോ, അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാത്തത്. ഞാൻ കണ്ടില്ല ക്യാമറ ഒന്ന് അങ്ങനെ ചെരിഞ്ഞു പോയത്. ഇനി ഈ സിബിനെ ഇതുപോലെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നവർക്കാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇതിൻ്റെ ഈ അടിവശം ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക, ഒന്നുകൂടെ നന്നായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ഈ മാർക്ക് ചെയ്തെടുത്തേക്ക് വെച്ച് കൊടുക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. സിബ് നന്നായി ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ അടിവശം ഉണ്ടല്ലോ, ഈ അടിവശം നമ്മുടെ ഈ ഒരു ഓപ്പൺ ഭാഗത്തേക്ക് കറക്റ്റ് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതിനൊന്നും ആവശ്യമില്ല കേട്ടോ, നമ്മൾ സ്റ്റിച്ചിങ് കുറേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് ഇങ്ങനെ. ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, 2 വശം ഒരേപോലെ മാർക്ക് ചെയ്തില്ല, ഒരു 1/2 ഇഞ്ച് നെക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക്. അവിടെ ഈ ഒരു സിബിന് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. വേറെ രീതിക്കൊന്നും വെക്കരുത്. വീഡിയോയിൽ നന്നായിട്ട് നോക്കുക. ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് നന്നായിട്ട് നോക്കുക. കാരണം ഇതല്ലെങ്കിൽ പിരിഞ്ഞു പോകും ഈ സിബ്. അപ്പോൾ അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ ഞാനിതിൻ്റെ ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വശം മാറിയില്ലേ, അപ്പോൾ അടുത്ത ഫൂട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി താഴേന്ന് മീതേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, ഈ ഒരു ഫൂട്ട് തന്നെ മതി. ആദ്യം നമ്മൾ ഫിക്സ് ചെയ്ത ഫൂട്ട് തന്നെ മതി. ഇത് ഞാൻ വീണ്ടും മീതേ നിന്നും താഴേക്ക് വരുന്നത് കൊണ്ടാണ് ഫൂട്ടിനെ മാറ്റി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റൈറ്റും ലെഫ്റ്റും ഫൂട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാനിവിടെ ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണെന്നറിയോ, നമ്മൾ ആ ഒരു റണ്ണറിൻ്റെ അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെൽവെറ്റ് ആകുമ്പോൾ പെട്ടെന്ന് തെന്നിപ്പോവും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കുറവ് ആദ്യം വരും. അതുകൊണ്ടാണ് ആദ്യം 4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞത്. നോക്കാം കേട്ടോ, റണ്ണറിൻ്റെ അടുത്ത് കൂടെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടോ ഈ ഒരു വശം നീങ്ങിപ്പോയിട്ടുണ്ട്, അങ്ങനെ നീങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഒരു 4 ഇഞ്ചിലാവുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി സിബിനെ ഒന്ന് മറിച്ചിടുന്നത് നോക്കുക കേട്ടോ. ഇതുപോലെ തിരിച്ചിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബാക്കി വരുന്ന ഭാഗത്തോടെ ഒരു ഹോൾ ഉണ്ടാവും, ആ ഹോളിലൂടെ താഴേക്ക് എടുത്താൽ മതിയേ. അപ്പോൾ ഒരു ഹോൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഹോളിനെ നമുക്ക് ഈ സിബൊക്കെ ഇതേപോലെ പിടിച്ച് ഈ അരികത്ത് കൂടെ, ക്ലോത്തിലേക്ക് ടച്ച് ആവരുത് കേട്ടോ, ഈ സിബിൻ്റെ അരികത്ത് കൂടെ കണ്ടോ ഇതേപോലെ കറക്റ്റ് തൊട്ടരികത്ത് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ പതിയെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ, ക്ലോത്തിൽ ടച്ച് ആവരുതേ. ക്ലോത്തിൽ ടച്ച് ആയാൽ ചുരുക്ക് പോലെ കിടക്കും. അപ്പോൾ ക്ലോത്തിൽ തട്ടാതെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ ഇത് ഇനി കൂടുതൽ വരുന്ന ഈ ഒരു സിബിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ
ഞാൻ ത്രെഡിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി ഈ പീസ് കണ്ടോ സിബിൻ്റെ മീതേക്ക് ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിബിനെ ഓപ്പൺ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കണ്ടോ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വീണ്ടും ഒരു ഫോൾഡും കൂടെ കൊടുത്തതിന് ശേഷം സിബിൻ്റെ മീതേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കൂടുതൽ വരുന്ന സിബിനെ നമുക്ക് സിബിൻ്റെ ബാലൻസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ താഴെ ലൈനിങ് കൊടുത്തില്ലേ, ക്ലോത്ത് കൊടുത്തില്ലേ, ആ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ നോർമൽ ഫൂട്ട് തന്നെ ഇട്ട് കൊടുക്കാം. സിപ്പർ ഫൂട്ട് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് സിബിൻ്റെ ഇത് കഴിഞ്ഞല്ലോ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇത് നമുക്ക് നോർമൽ ഫൂട്ട് ഇട്ടാൽ എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ വശവും ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ രണ്ട് സൈഡും അതുപോലെ അടിവശവും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഫോൾഡ് ചെയ്ത് സിബിൻ്റെ മീതേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല വശം നോക്കാം. കണ്ടോ നല്ല വൃത്തിക്ക് തന്നെ സിബ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ട് പാർട്ട് വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു ഫ്രോക്കിൽ സിബ് വയ്ക്കുന്നത് മാത്രമേ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളാണ് കേട്ടോ. സിബ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കൊന്ന് പ്രാക്ടീസ് ആയാൽ സിബ് വയ്ക്കുന്നത് കുഴപ്പമൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതുപോലെ ആം ഹോളും ഞാനിവിടെ ഡയറക്റ്റായിട്ട് മടക്കി തയ്ക്കുന്നതാണ്. ക്രോസ് പീസൊന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം ഇത് വെൽവെറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഒറ്റ മടക്കേ കൊടുക്കുന്നുള്ളൂ, ഡബിൾ ഫോൾഡ് ചെയ്യുന്നില്ല കേട്ടോ. കർവുകളൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്കത് ഒപ്പം പിടിച്ച് എന്ത് ചെയ്യുക, സൈഡ് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അതേ കറക്റ്റ് അളവിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇതൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അളവുകൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രോക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കുക. പ്ലേലിസ്റ്റിൽ
ഫ്രോക്ക് എന്നുള്ള ആൽബത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അളവെടുക്കുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ തൊട്ടടുത്ത് കൂടെ ഒരു 1/4 ഇഞ്ചിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ. അതായത് നമുക്ക് ടൈറ്റ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം വയ്ക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റിച്ച് അഴിച്ച് കളയാം. ഇപ്പോൾ ലൂസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് ഉള്ളിലായിട്ട് ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ മാർക്ക് ചെയ്തത് ഷെയ്ഡിങ് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടെ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് സീം അലവൻസ് ആണല്ലോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഉള്ളിലേക്ക് എടുത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലും തൊട്ടടുത്ത് തന്നെ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടിവശം മടക്കി തയ്ക്കുക കേട്ടോ. ഡബിൾ ഫോൾഡ് ചെയ്യണമെന്നില്ല, ഒറ്റ ഫോൾഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന് കോളർ വെച്ച് കൊടുക്കണം. ഇതുപോലെ നെക്ക് പിടിക്കുക. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്പൺ മുതൽ അടുത്ത ഓപ്പൺ വരെ ഇതേപോലെ അളന്നെടുക്കുക കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ഒന്ന് വിട്ടിട്ടുണ്ട്. ഞാൻ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് അതും കൂടി നോക്കിയിട്ടാണ് നമ്മൾ അളവ് മാർക്ക് ചെയ്യേണ്ടത്. അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം വേണം ഇതുപോലെ മാർക്ക് ചെയ്യാൻ. ഇപ്പോൾ 12.5 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 12.5 ഇഞ്ചും അതുപോലെ തന്നെ 1 ഇഞ്ച് സീം അലവൻസ് 1/2 ഇഞ്ച് മതി. ഞാനിവിടെ 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്. സീം അലവൻസ് ഇട്ടിട്ട് 2 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. 2 പീസാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു പീസിൻ്റെ അടിവശം 1/4 ഇഞ്ചിൽ ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഒരെണ്ണം മാത്രമേ നമ്മൾ അടിവശം മടക്കി തയ്ച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി കണ്ടോ, ബാക്കി കുറച്ച് താഴേക്കായിട്ടാണ് കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, കറക്റ്റ് അളവ് മാർക്ക് ചെയ്ത് ആ കറക്റ്റ് അളവിലൂടെയാണ് നമ്മൾ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോളറിൻ്റെ ചുറ്റും 1/4 ഇഞ്ച് സീം അലവൻസ് വേണം കേട്ടോ. കറക്റ്റ് അളവ് എത്രയാണോ നമ്മളത് മാർക്ക് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് സീം ഇട്ടിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കട്ട് ചെയ്യാനായിട്ട്. കറക്റ്റ് അളവിലൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് നമുക്ക് കോളറിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് 12.5 ഇഞ്ചല്ലേ. അപ്പോൾ ഈ ഒരു പീസിന് നെക്കിൻ്റെ ലെങ്ത്ത് 12.5 ഇഞ്ചല്ലേ കിട്ടിയത്. അപ്പോൾ നമ്മുടെ കോളർ പീസ് എത്ര എടുക്കേണ്ടത്, 12ൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസ് മതി. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് ഇട്ടോളൂ, ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇതിൻ്റെ കറക്റ്റ് അളവിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കോളറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാനിവിടെ 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ക്ലോത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് എടുത്താൽ മതി. ഞാനിവിടെ കോളറിന് കുറച്ചും കൂടി ലെങ്ത്ത് കൊടുത്തതാണ്. ഇനി ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പീസ് മടക്കി തയ്ച്ചിട്ടുണ്ടല്ലോ, അത് മീതേക്കായിട്ടായിരിക്കും കയറി നിൽക്കുന്നുണ്ടാവുക കേട്ടോ. കണ്ടോ, മറിക്കാത്ത പീസിന് അടിവശം മടക്കാത്ത പീസിനെ താഴത്തേക്ക് നമ്മൾ അതായത് ഈ ഒരു ബോഡി പാർട്ടിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ സെൻറ്ററിലൊന്ന് പോയിൻ്റ് കൊടുക്കുക. ബാക്ക് ഓപ്പൺ ആണല്ലോ, അപ്പോൾ ഫ്രണ്ടിൽ ഫോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഫ്രണ്ടിൽ കറക്റ്റ് സെൻറ്റർ ഒന്ന് നോട്ട്സിട്ട് കൊടുക്കുക. നോട്ട്സിട്ടതിന് ശേഷം കോളറിലും ഫോൾഡ് ഭാഗം ഒന്ന് നോട്ട്സിട്ട് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ചീത്ത വശത്താണ് കേട്ടോ. ചീത്ത വശത്ത് കോളറിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. മനസ്സിലായല്ലോ? നമ്മുടെ ഈ ഫ്രോക്കിൽ ചീത്ത വശത്ത് അതായത് ഫ്രണ്ട് നെക്കിൻ്റെ സെൻറ്ററിൽ നമ്മൾ നോട്ട്സ് കൊടുത്തില്ലേ, നോട്ട്സും അതുപോലെ കോളറിൻ്റെ നോട്ട്സും കൂടിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ചീത്ത വശത്ത് കോളറിൻ്റെ നല്ല വശം വെച്ചിട്ട് കണ്ടോ സെൻറ്ററിൽ നിന്ന് ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ കാണിക്കാത്തതാണ് കേട്ടോ, കാണിച്ച് ലെങ്ത്ത് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ അങ്ങോട്ട് മറിച്ചിടുക. അപ്പോൾ വീഡിയോസ് ഒന്നുകൂടിയും റിപ്പീറ്റ് ചെയ്ത് കാണാം കേട്ടോ മനസ്സിലാവാത്തവർക്ക്. കണ്ടോ ഇതേപോലെ കോളറിന് എന്ത് ചെയ്യാം. അപ്പോൾ ഈ കോളറിൽ ഒരു ഷേപ്പ് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ, സ്ട്രെയിറ്റ് കോളറാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ലേസ് കുറച്ച് വീതിയുള്ള ലേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തിട്ട് കണ്ടോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മീതെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും
എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ലേസ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ ഒന്നുകൂടെ ഭംഗിയാക്കാവുന്നതാണ് കേട്ടോ. ഞാനിതിൻ്റെ മീതെയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ.